ആരോടെ നിങ്ങൾ കളിക്കാൻ വന്നത്? ആരോട്? ഇത് ശൈഖുന കാന്തപുരം ഉസ്താദിൻ്റെ മക്കളാണ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. നിങ്ങൾ ആ കുരുവട്ടൂർ ടീമിൽ എന്തും പറയാം. നിങ്ങൾക്ക് ഇങ്ങനെ മിണ്ടാതിരുന്ന് കേട്ടോളും. ഞങ്ങളെ മുമ്പിൽ അങ്ങനത്തെ വിഡ്ഢിത്തം വിളിച്ച് പറയാൻ പാടില്ല. മനസ്സിലായല്ലോ? ഇനി ഞാനിപ്പോൾ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല. ഇനി അൻത അലൽ ഹക്ക് അതൊന്ന് വ്യക്തമാക്കി കൊടുക്കണമല്ലോ നമുക്ക്. എന്താണ് ഇപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രം എടുത്തുകൊണ്ട് ഒരു കളി കളിക്കാൻ വന്നതാണ് നൗഷാദ്. സമസ്തയുടെ ചരിത്രം കൊണ്ടുവന്ന് ഒരു നേട്ടമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം നോക്കിയല്ലേ. അവിടെയാണ് താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ പറഞ്ഞ ആ ക്ലിപ്പ് വരുന്നത്. എന്ത്? സമസ്തയുടെ പുനഃസംഘടന നടന്നപ്പോൾ താജുൽ ഉലമയോട് ശൈഖുന CM വലിയുല്ലാഹി തങ്ങൾ പറഞ്ഞു, അൻത അലൽ ഹഖ്, തങ്ങളെ നിങ്ങൾ സത്യത്തിൻ്റെ മേലിലാണ്, അതിൽ അടിയുറച്ചു നിൽക്കണം. ഇത് വളരെ വ്യക്തമാണ്. ആർക്കും അതിൻ്റെ അർത്ഥം അങ്ങനെയാണെന്ന് ബോധ്യപ്പെടും. അത് ബോധ്യപ്പെടും. ഈ പറയുന്ന നൗഷാദും നൗഷാദിൻ്റെ ഷെയ്ഖ് എന്ന് പറയുന്ന കോമാട്ട് ജാലിൽ അബ്ദുള്ളയും ഈ അർത്ഥം നേരത്തെ പറഞ്ഞു പോയതാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ അർത്ഥമല്ല അതിന്. പിന്നെ അങ്ങനെ അതിനൊരു അർത്ഥമല്ല. അതിൻ്റെ അർത്ഥം വേറെയാണ്. സത്യത്തിൻ്റെ മേലിൽ ഉറച്ചു നിൽക്കണം എന്ന അമ്രാണ്, കൽപ്പനയാണ്. ഇപ്പം നിങ്ങൾ സത്യത്തിൻ്റെ മേലിൽ ആണ് എന്ന അർത്ഥം അതിനില്ല എന്ന് പറയാനാണ് കൊട്ടേഷൻ കൊടുത്ത ടീം നൗഷാദിനോട് പറഞ്ഞേൽപ്പിച്ചത്. അപ്പോൾ നേരത്തെ പറഞ്ഞതിന് വൈരുദ്ധ്യം പറയാൻ ഒരു പ്രശ്നമില്ലല്ലോ. കാരണം അത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും എത്രയും കൊടുക്കും, പൈസ കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് നൗഷാദ് പറയട്ടെ അതിൻ്റെ അർത്ഥം. ഇപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നൗഷാദ് പറയട്ടെ. എന്നിട്ട് ഞാൻ കോമാട്ട് ജാലിൽ അബ്ദുള്ളാനോട് ആ അർത്ഥം വെപ്പിക്കുന്നുണ്ട്, നൗഷാദിനെ കൊണ്ടും വെപ്പിക്കുന്നുണ്ട്. അവിടെയുള്ള ഒരു മൗലവി ഉണ്ട്, ഇപ്പോൾ വലിയ പച്ച ഷാളക്കെട്ടിട്ട് ഒരു മൗലവി ഉണ്ട്. ആ മൗലവി CM വലിയുല്ലാഹി തങ്ങളിൽ നിന്ന് നേരിട്ട് കേട്ടു എന്ന് അയാളെ കൊണ്ട് തന്നെ നൗഷാദ് പറയിപ്പിക്കുന്നുണ്ട്. ഒക്കെ ഞാനിടാം. കൽപ്പനയാണ്, ഹക്കിന്റെ മേലിൽ അടിയുറച്ചു നിന്നോളണം. അൻത അലൽ ഹഖ്, അതിന്റെ അർത്ഥം വെച്ച് ഹക്കിന്റെ മേലിൽ അടിയുറച്ചു നിന്നോളണം. അത് അമ്രാണ്. ഹക്കിന്റെ മേലിൽ അടിയുറച്ചു നിൽക്കണം. ഇപ്പൊ ഹക്കിന്റെ മേലിലാണെന്ന് അർത്ഥമല്ല. അങ്ങനെയാണ് അതിന്റെ അർത്ഥം എന്ന് പറയണം എന്നാണ് ഈ കൊട്ടേഷൻ കൊടുത്ത വഹാബികൾ പറഞ്ഞേൽപ്പിച്ചത്. കോടികളാണല്ലോ കൊടുത്തത്. അപ്പൊ പിന്നെ അവർ പറയും പോലെ എന്ത് ചെയ്യണമല്ലോ, പറഞ്ഞു കൊടുക്കണം, കൊട്ടേഷൻ നടപ്പിലാക്കണം. എന്നാൽ കോമാട്ട് ജാലിൽ അബ്ദുള്ള വരട്ടെ. മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, നിങ്ങൾക്കൊക്കെ അറിയാം, സമസ്തയിൽ വിഷമുണ്ടായ സമയത്ത് മഹാനായ താജുൽ ഉലമ സയ്യിദുകൾ ചെന്നപ്പം ഖുത്ബുല്ലാലഹു പറഞ്ഞത്, അൻത അലൽ ഹഖ്, നിങ്ങളെ ഹഖിന്റെ കൂടെയാണ്, ഹഖിലാണ്, അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം. എങ്ങനെയാ പറഞ്ഞത്? അൻത അലൽ ഹഖി, എന്താ അർത്ഥം പറഞ്ഞത്? നിങ്ങൾ ഹക്കിന്റെ മേലിലാണ്, ഹക്കിലാണ്, അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം. ആരാ പറഞ്ഞത്? ഷെയ്ഖ് കോമാട്ട് ജാലിൽ അബ്ദുള്ള. ഷെയ്ഖിനെയാണ് ഇപ്പൊ തിരുത്തുന്നത്. ആര്? മുരീദ് വന്നിട്ട് തിരുത്തണ്. നോക്ക് നിങ്ങൾ, കൊട്ടേഷന്റെ ഒരു ശക്തിയാണ്, കൊട്ടേഷൻ വർക്കിന്റെ ഒരു ശക്തിയാണ്. മുറബിയായ ഷെയ്ഖാണിപ്പത്. അള്ളാഹുവിൽ നിന്ന് നേരിട്ട് വിവരം കിട്ടി പറയുന്ന ആളാണ്. അയാൾ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് വിവരം കിട്ടി പറയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഹക്കിൻ്റെ മേലിലാണ്, സത്യത്തിൻ്റെ മേലിലാണ്, അതിൽ അടിയുറച്ചു നിൽക്കണം എന്ന് അതിൻ്റെ അർത്ഥം. അപ്പം മുരീദ് ഷെയ്ത്വാനിൽ നിന്ന് വിവരം കിട്ടിയിട്ട് പറയാണ്, അങ്ങനെയല്ല, അതിൻ്റെ അർത്ഥം ഇപ്പം അങ്ങനെയല്ല വെക്കേണ്ടത്. നമ്മളെ കൊട്ടേഷൻ വർക്ക് തന്ന ആളുകൾ അവർ പറഞ്ഞ അർത്ഥം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഷെയ്ഖിനെ തിരുത്തുകയാണ്. പക്ഷേ അതെ പറയണം, ഈ ഷെയ്ഖിനെ തിരുത്തിയോ താങ്കൾ? പറ. ഇനിയോ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ ഏൽപ്പിച്ചത് ആരെയാണ്? അതും ഷെയ്ഖന്നെ പറയട്ടെ. ഷെയ്ഖന്നെ പറഞ്ഞാൽ പിന്നെ വേറെ ഇല്ലല്ലോ. വഹാബികൾക്ക് മറുപടി പറയുമ്പോൾ ഇബ്നു തൈമിയ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ തെളിവ് നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്നതുപോലെ ഈ കള്ളത്തൊരീഖത്തിന് മറുപടി പറയുമ്പോൾ കോമാട്ട് ജാലിൽ അബ്ദുള്ള പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പുറം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ അയാൾ എന്നെ പറയട്ടെ, CM വലിയുല്ലാഹി തങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു തന്ന ആരെയാണ്? ഷെയ്ഖുന സയ്യിദുന താജുൽ ഉലമ സയ്യിദ് അവർകൾ, ഷെയ്ഖുന സുൽത്താനുൽ ഉലമ AP ഉസ്താദ് അവർകൾ, ഈ മഹാന്മാരെ നിലപാട്, ഇവരെ നമുക്ക് ഏൽപ്പിച്ചു തന്ന മഹാനരായ ഷെയ്ഖുന ഖുത്ബുൽ ആലം ഷെയ്ഖ് മുഹമ്മദ് അബീബക്രിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഈ നാട്ടിലൊക്കെ ഷെയ്ഖുന വന്നിട്ടുണ്ട്. അപ്പോൾ CM വലിയുല്ലാഹി തങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു തന്നതാണ് താജുൽ ഉലമ ഉള്ളാൾ തങ്ങളെയും സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെയും. ആ മഹാന്മാരുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്? ഇനി ദീന് പറയാൻ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങൾ ഏൽപ്പിച്ചത് ആരെയാണ്? കോമാട്ട് ജാലിൽ അബ്ദുള്ള തന്നെ പറയട്ടെ. എൻ്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷെയ്ഖുനാൻ്റെ അടുത്ത് ചെന്നപ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടായല്ലോ.
ഷെയ്ഖുന പറഞ്ഞത് ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്, അവരോടൊപ്പം കൂടിക്കോളൂ. ഷെയ്ഖുന ഖുത്ബുൽ ആലം ഷെയ്ഖ് മടവൂർ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ നേരിട്ട് പറഞ്ഞ ഒരുപാട് ആളുകൾ എന്താണ് അവരോടൊപ്പം കൂടിക്കോളൂ എന്ന് ഷെയ്ഖുന ഈ രണ്ട് വ്യക്തികളിലേക്ക് ഇശാറത്താക്കി പറയാൻ കാരണം സുന്നത്ത് ജമാഅത്തിലുള്ള അവരെ പൂർണ്ണമായ ബോധം, ഒരുത്തനെയും പേടിക്കാതെ സുന്നത്ത് ജമാഅത്ത് ശക്തിയായി തുറന്നു പറയുന്ന ആ ഒരു വലിയ സ്വഭാവം മഹാനായ താജുൽ ഉലമയിൽ കണ്ടതാണ് ഖുത്ബുൽ ആലം നമുക്ക് അവരിലേക്ക് ഇശാറത്താക്കി തന്നത്. മഹാനായ സുൽത്താനുൽ ഉലമ ഷെയ്ഖുന ഖമറുൽ ഉലമ ഉസ്താദിൽ കണ്ടതാണ് അവരിലേക്ക് നമുക്ക് ഇശാറത്താക്കി പറഞ്ഞു തന്നത്. നമുക്ക് അവര് പഠിപ്പിച്ചു തന്ന ആ കർശന നിലപാട്. അപ്പൊ എന്തായി? ദീന് തുറന്ന് പറയാനുള്ള ആർജവമാണ് സുൽത്താനുൽ ഉലമയിലും താജുൽ ഉലമയിലും CM വലിയുല്ലാഹി തങ്ങൾ കണ്ടത്. അതുകൊണ്ടാണ് അവരെ നമുക്ക് ദീന് പറയാൻ വേണ്ടി ഏൽപ്പിച്ചത് എന്നാര് പറയുന്നു? കോമാട്ട് ജാലിൽ അബ്ദുള്ള തന്നെ പറയുന്നു. എന്നാൽ നൗഷാദ് പറയുന്നതോ AP ഉസ്താദ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അവറുകൾ ഇപ്പോൾ കാര്യങ്ങൾ പറയാൻ പേടിക്കുകയാണ്. കൂടെയുള്ളവരാണ് പോലും പറയുന്നത്. ഉസ്താദിൻ്റെ പുസ്തകം പോലും എഴുതുന്നതും അതിലുള്ള കണ്ടന്റ് തീരുമാനിക്കുന്നതും കൂടെയുള്ളവരാണ്. ഇതാര് പറയുന്നു? നൗഷാദ്. CM വലിയുല്ലാഹി തങ്ങൾ പറയുന്നതോ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും താജുൽ ഉലമയും ഹഖ് തുറന്നു പറയാൻ ധൈര്യപ്പെടുന്നവരാണ്, ഒരാളെയും ഭയപ്പെടാത്തവരാണ്. അതുകൊണ്ടാണ് ദീന് പറയാൻ അവരെ ഏൽപ്പിച്ചത്. ഇപ്പൊ ഷെയ്ഖും മുരീദും തമ്മിൽ ഭയങ്കര ഖിലാഫാണ്. കളവ് പറഞ്ഞാൽ എങ്ങനെയാണ്? ആദ്യം പറഞ്ഞത് എന്താണെന്ന് ഓർമ്മ ഉണ്ടാവില്ല അല്ലേ? സത്യം പറഞ്ഞാലേ എന്നും ഒന്ന് പറയാൻ കഴിയുള്ളൂ. കളവാകുമ്പോ നേരത്തെ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവില്ല. കൊട്ടേഷൻ വർക്കാകുമ്പോ നേരത്തെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാൻ കഴിയൂല. അപ്പൊ പിന്നെ 2011 മാറേണ്ടി വരും, പിന്നെ 20 വേറെ മാറേണ്ടി വരും, 23 പിന്നെ വേറെ മാറേണ്ടി വരും. അങ്ങനെയാണ് ഈ നൗഷാദ് ഈ ബിദ്അത്തിലേക്ക് പോയതിന് ശേഷമുള്ള ഓരോന്നെടുത്താലും ഈ കൊട്ടേഷൻ വർക്ക് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും. അപ്പോൾ വഹാബികൾ പണം കൊടുത്ത് ഏൽപ്പിച്ച കൊട്ടേഷൻ വർക്ക് ഏറ്റെടുത്ത കൊട്ടേഷൻ സംഘങ്ങളാണ് ഈ 3 അടുപ്പുകല്ലുകൾ എന്ന് നമ്മൾ വളരെ വ്യക്തമായി ഇവിടെ പറയാൻ ആഗ്രഹിക്കണം. ഇനി പറയട്ടെ, ഇത് ഞാൻ വെറുതെ പറയല്ല, കൊട്ടേഷനാണെന്ന് ഞാൻ വെറുതെ പറയുന്നില്ല. ഇനി നൗഷാദ് തന്നെ പറയട്ടെ. ഇപ്പം ഷെയ്ഖ് പറഞ്ഞതിന് എതിര് പറഞ്ഞല്ലോ. ഇനി നൗഷാദ് തന്നെ പറയ. ആദ്യം എന്തായിരുന്നു ഇദ്ദേഹം പറഞ്ഞിരുന്നത്? ഈ സമസ്തക്കടയിൽ ഭിന്നിപ്പുണ്ടായപ്പോ പലരും കാണാൻ ചെന്നു. ആ സമയത്ത് പല ആളുകളോടും പറഞ്ഞൊരൊറ്റ വാക്കുണ്ട്: സഹോദരങ്ങളെ, സുന്നി പ്രവർത്തകരെ, നിങ്ങളത് നെഞ്ചുകേറ്റണം. എന്താണ് പറഞ്ഞത്? ദീനിന്റെ കാര്യം പറയാൻ. ആരുടെ വാക്ക്? CM വലിയുല്ലാഹിയുടെ വാക്ക്. എന്റെ വാക്കല്ല. ദീനിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ APയെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ഖുത്ബുൽ ആലമിന്റെ വാക്കുകളാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചോ? ആ നേതൃത്വത്തിന്റെ പിന്നിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അതാണ് നമ്മുടെ നേതൃത്വം. ആ നേതൃത്വത്തിന്റെ കീഴിലാണ് നിൽക്കേണ്ടത്. ആര്? CM വലിയുല്ലാഹി തങ്ങൾ പറഞ്ഞു, ദീന് പറയാൻ ഞാൻ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെയും താജുൽ ഉലമ തങ്ങളെയുമാണ് ഏൽപ്പിച്ചത്. അവരുടെ പിന്നാലെ നിൽക്കണം. ഇപ്പം ആരുടെ പിന്നാലെ ഉള്ളത്? ഇപ്പം എവിടെ ഉള്ളത്? കൊട്ടേഷൻ ഏറ്റെടുത്ത് പോകുമ്പോൾ അങ്ങനെയാണ്. ഇതാര് പറഞ്ഞു എന്നാ പറയുന്നത്? CM വലിയുല്ലാഹി തങ്ങൾ പറഞ്ഞു. അപ്പം ഇത് പറഞ്ഞിട്ട് അപ്പം ആളുകൾ വിചാരിക്കില്ല നൗഷാദല്ലേ പറയുന്നത്, ചിലപ്പോൾ കുളൂസ് അടിക്കാരോ എന്ന് വിചാരിച്ചിട്ട് മൂപ്പര് പറയുകയാണ്, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഇനി അതിൻ്റെ തെളിവെന്താണ്, അതാരാ കണ്ടത്, അതാരാ കേട്ടതെന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, അത് നേരിട്ട് കേട്ട ഒരു വ്യക്തി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൂടെയുള്ള ഒരാളെ വിളിക്കുകയാണ്. കാരണം ഈ കൊട്ടേഷൻ സംഘത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് ഈ 3 അടുപ്പുകല്ലുകൾക്കാണ് സംസാരിക്കാനുള്ള ചാർജുള്ളത്. ഏത് കളവും വൈരുദ്ധ്യവും ചിരി വരാതെ ലജ്ജയില്ലാതെ അപാര തൊലിക്കട്ടിയോടുകൂടി പറയണം. അതിനുള്ള ചാർജ് ഈ 3 അടുപ്പുകല്ലുകൾക്കാണ്. ബാക്കി സ്റ്റേജിൽ കുറേ ആളുകളുണ്ടാകും. ഓൽക്കുള്ള കൊട്ടേഷൻ വർക്ക് എന്താണ്? ഓൽക്ക് ഇതൊക്കെ കേട്ടിങ്ങനെ ഇരുന്ന് കൊടുക്കുക, ചിരിക്കാനും കൂടിയുള്ള അവകാശമില്ല. എന്തൊരു ദുരന്താന്ന് വെച്ചാൽ ഞാനിങ്ങനെ ആലോചിച്ച് ഞാൻ വെറുതെ പറയല്ല. ഇയാളിപ്പോൾ ഞാൻ ഇടാൻ പോകുന്ന ക്ലിപ്പിൽ ഈ പറഞ്ഞതിന് CM വലിയുല്ലാഹി തങ്ങളിൽ നിന്ന് നേരിട്ട് കേട്ട സാക്ഷിനെ വിളിക്കുന്നുണ്ട്. ഈ സാക്ഷി ആരാണ്? അയാൾ എന്നിട്ട് ആ വിവരം പറയുന്നുണ്ട്. ഈ സാക്ഷി ഇപ്പം നൗഷാദിൻ്റെ ഇടത്തോ വലത്തോ വന്ന് ഇരിക്കുന്ന ഒരു പച്ച ഷാളൊക്കെ ഇട്ടിട്ട് നൗഷാദ് പറയുമ്പോൾ അങ്ങനെ അന്തം വിട്ട് നോക്കിക്കുന്ന ഒരാളുണ്ട്.
അയാളാണ് സി എം വലിയുല്ലാഹിയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുര ഉസ്താദിൻ്റെ കൂടെയും താജുൽ ഉലമയുടെ കൂടെയും നിൽക്കണമെന്ന് പറയുന്നത് കേട്ടാള്. എന്നിട്ട് അതിന് എതിരിപ്പം നൗഷാദ് പറയുമ്പോൾ അതിങ്ങനെ അന്തം വിട്ട് നോക്കിക്കാണ് അയാൾ. ഞാൻ അന്ന് അതിന് അങ്ങനെയല്ലല്ലോ സി എം വലിയുള്ള പറയുന്നത് കേട്ടത് എന്ന് പറയാനുള്ള അവകാശം അയാൾക്കുണ്ടോ? ഇല്ലല്ലോ. കാരണം കൊട്ടേഷൻ ചാർജ് കൊടുത്താൽ പിന്നെ മുമ്പ് പറഞ്ഞതോ കേട്ടതോ ഒന്നും പരിഗണിക്കൂല. അയാൾ പറയട്ടെ. ഇനി ചിലപ്പോൾ ഞാൻ പ്രസംഗിച്ചാൽ ചിലപ്പോൾ നാളെ പറയും അതാരാ കേട്ടത്, ആരാ സാക്ഷി. അതുകൊണ്ട് 2 മിനിറ്റ് അതനുഭവിച്ച ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാർ കുരുവട്ടൂർ ഇവിടെയുണ്ട്. സി എം വലിയുല്ലാഹിയുമായി അടുത്ത് ഇടപഴകിയ മഹാനവറുകൾ അത് 2 മിനിറ്റ് നിങ്ങളോട് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് ഈ സമുദായത്തിൽ ഉണർവുണ്ടായ സമയത്ത് എന്താണ് ഇനി ചെയ്യുക എന്ന് പത്രകോളങ്ങളിൽ ഈ വാർത്ത വന്നപ്പോൾ ഇനി നാം ഏത് ഭാഗത്ത് നിൽക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. ഇത് ഞാൻ പറയുമ്പോൾ നേരിട്ട് ഈ വിഷയങ്ങൾ ശൈഖുന സി എം വലിയുള്ളതുമായി സംസാരിച്ച എന്റെ ഒരു സുഹൃത്ത്, നമ്മുടെ അടുത്തുള്ള പെരുമണയുള്ള അബൂബക്കർ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. ഒന്നും കൊണ്ട് എണീച്ചേക്കും. ഞങ്ങൾ എന്ത് ചെയ്യും? എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ടായാൽ എന്തൊരു ആവശ്യമുണ്ടെങ്കിലും മഹാനവരുടെ അടുത്ത് ചെന്നിട്ട് വിവരം പറയും. അതിന് അപ്പോൾ തന്നെ വ്യക്തമായ മറുപടിയും കിട്ടും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഉടനെ തന്നെ ഞങ്ങൾ ശൈഖുനായുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഇങ്ങനെ പത്രങ്ങളിലെ തമസ്ത 2 എന്ന് കാണുന്നുണ്ടോ? ശൈഖുന അവിടെ നിന്ന് കിടക്കുന്ന സമയത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, സമസ്ത 1 ഉള്ളൂ അല്ലേ? സമസ്ത 1 ഉള്ളൂ. എപിയും കുഞ്ഞിക്കോയ തങ്ങളും ഇവിടെ വന്നിരുന്നു. ദീനന്റെ കാര്യങ്ങൾ നടത്താൻ അവരെ ഞാൻ ലഭിച്ചിട്ടുണ്ട്. അതാണ് ഹക്ക്. ശൈഖുനായുടെയും എപിയുടെയും കുഞ്ഞിക്കോയ തങ്ങളുടെയും പിന്നിൽ അണിഞ്ഞിരുന്നോ? സി എം വലിയുല്ലാഹി തങ്ങൾ നേരിട്ട് ഉപദേശിച്ചതാണ് ആരെ? ഈ മനുഷ്യനെ. എന്നിട്ടിപ്പോ എവിടെയുള്ളത്? സി എം വലിയുല്ലാഹി തങ്ങളുടെ വാക്കിന് പുല്ലുവരെ കൽപ്പിച്ചോ നിങ്ങൾ? വ്യക്തമല്ലേ? ഇത് അനുഭവിച്ച ആളുകളല്ലേ നിങ്ങൾ? എന്നിട്ട് ആ കൊട്ടേഷൻ ടീമിൽ നിന്നും കിട്ടുന്ന പണത്തിന് വേണ്ടിയല്ലേ ഇപ്പൊ ആ കള്ളത്തൊരീഖത്തിന്റെ കൂടെ പോയി നിൽക്കുന്നത്? ഇതൊക്കെ സത്യം അറിയുന്നവരല്ലേ നിങ്ങൾ? വജഹദൂഹാ വസ്തൈഖനത്ഹാ അൻഫുസുഹും ദുൽമൻ വഉലുവാ. സത്യം ബോധ്യപ്പെട്ടിട്ടും ഭൗതികമായ മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ലേ നിഷേധിക്കുന്നത്? അപ്പോ സി എം വലിയുല്ലാഹി തങ്ങൾ വളരെ വ്യക്തമായി സമസ്തയുടെ പുനഃസംഘടന നടന്നപ്പോൾ അവിടുത്തെ സമീപിച്ച ആളുകളോടൊക്കെ പറഞ്ഞതാണിത്. ഇത് ഇദ്ദേഹത്തോട് മാത്രമല്ല, ആ സമയത്ത് സി എം വലിയുല്ലാഹി തങ്ങളെ സമീപിച്ചവരോടൊക്കെ പറഞ്ഞു. എറണാകുളം സമ്മേളനം നടക്കുമ്പോൾ സി എം വലിയുല്ലാഹി തങ്ങളെ സമീപിച്ചവരോട് പറഞ്ഞു സമ്മേളനത്തിന് പോകണമെന്ന് പറഞ്ഞയച്ചു. അപ്പോൾ വളരെ വ്യക്തമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ട ചരിത്രം വളരെ വ്യക്തമാണ്. വാസ്തവത്തിൽ അന്ന് ശംസുൽ ഉലമ ഉസ്താദ് അവറുകളെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ അന്നത്തെ വിഷയത്തിൽ ചില സല്ലത്തുകൾ വന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ സല്ലത്തുകൾ വന്നതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പുനഃസംഘടിപ്പിക്കേണ്ടി വന്നു. ആ പുനഃസംഘടനയ്ക്ക് ശേഷമാണ് സി എം വലിയുല്ലാഹി തങ്ങൾ ഈ നിലപാട് പറയുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുൽ ഉലമ തങ്ങളുടെയും ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുര ഉസ്താദിൻ്റെയും കൂടെ നിൽക്കാൻ ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി തങ്ങൾ പലരോടും പറഞ്ഞു. അക്കൂട്ടത്തിൽ ആ മൗലവിയോടും പറഞ്ഞു. പക്ഷേ സി എം വലിയുല്ലാഹി തങ്ങളോട് ഒരൽപ്പം പോലും സ്നേഹവും ബഹുമാനവും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം സി എം വലിയുല്ലാഹി തങ്ങളുടെ ആ വാക്കിനെ വലിച്ചെറിഞ്ഞു. ഇന്ന് ഉസ്താദിൻ്റെയും സി എം വലിയുല്ലാഹി തങ്ങളുടെയും ഏറ്റവും വലിയ ശത്രുക്കളുടെ കൂടെ പോയിരിക്കുകയാണ്, കൊട്ടേഷൻ ടീമിൽ നിന്നും പണം വാങ്ങിയിട്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ആ ജല്ലാത്തുകളൊക്കെ ഒന്ന് മാറ്റി സമസ്തയുടെ ഈ പുനഃസംഘടനയിൽ സമസ്തയുടെ നേരത്തെയുള്ളതുപോലെ ഒരു ഐക്യം തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്ത് ചന്ദ്രിക പത്രമാണ്.
ആ ലേഖനം എഴുതിയ അബ്ദുറഹ്മാൻ കല്ലായിയാണ്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു. അങ്ങനെ സമസ്തയുടെ അനിവാര്യമായ പുനഃസംഘടന അള്ളാഹുവിൻ്റെ ഖദാഅൽ സംഭവിച്ചു. അതിനെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു. പക്ഷേ ഇന്ന് സുന്നി സമൂഹം അതെല്ലാം മറന്ന് അതിൻ്റെ പേരിൽ ഈ ഉമ്മത്തിന് ഒരുപാട് ഖൈറാത്തുകളുണ്ടായി, ഒരുപാട് സ്ഥാപനങ്ങളും വളർച്ചകളും ഉണ്ടായി. ഇന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വലിയ വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമസ്ത അവരുടേതായ കർമ്മ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ എല്ലാവരും അവരുടേതായ കർമ്മ പദ്ധതികളിൽ ശ്രദ്ധയൂന്നി വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത് കേരളത്തിൻ്റെ ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ കേരളീയ സമൂഹം അത് ആനന്ദത്തോടെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിളർന്ന് കഷ്ണമായി പിളർന്നുകൊണ്ടേയിരിക്കുന്ന വഹാബികൾക്കത് ദഹിക്കുന്നില്ല. ആ വഹാബികൾ സുന്നത്തി ജമാഅത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി നൗഷാദിനെ പണം കൊടുത്തിറക്കിയതാണ്. അങ്ങനെയാണ് അദ്ദേഹം സുന്നികൾക്കിടയിൽ പഴയകാല ചരിത്രം മാന്തിയെടുത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല എന്ന് നൗഷാദിനെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് പോലും ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പറഞ്ഞത്, ശൈഖുനാ കാന്തപുരം ഉസ്താദ് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞത്, സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് പറഞ്ഞത്. എല്ലാവരും ഐക്യത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സുന്നത്തി ജമാഅത്തിന്റെ ഉലമാഇനിടയിൽ അല്ലാഹു തആല ഐക്യവും യോജിപ്പും ഒരുമയും നൽകുമാറാവട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുകയാണ്. അത് കണ്ട് ആസ്വദിച്ച് കൺകുളിർമയാകാൻ വിശ്വാസികളൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വഹാബികൾക്കും അതുപോലുള്ള ബിദ്അത്തിന്റെ കക്ഷികൾക്കും ഈ ഭിന്നിപ്പ് കൂടുതൽ രൂക്ഷമാകണം, ആ നേരത്തെ മാഞ്ഞുപോയ ഭിന്നിപ്പിന്റെ മറകൾ വീണ്ടും കൊണ്ടുവരണമെന്ന് മദീനയിൽ ജൂതൻ ആഗ്രഹിച്ചതുപോലെ ഇപ്പോൾ നൗഷാദും വഹാബികളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂവണിയാൻ പോകുന്നില്ല. സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർ ഇതുപോലെ ശക്തിയായി ഒരുമയോടെ ആദർശത്തിൽ ഐക്യത്തോടെ അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ പ്രവർത്തന ഗോതയിൽ അതീവ ശക്തമായി മുന്നോട്ട് തന്നെ കുതിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതുപോലുള്ള മുഴുവൻ ബിദ്അത്തിന്റെ കക്ഷികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ മദദ് ബറക്കത്ത് കൊണ്ട് അവരെ തകർത്ത് തരിപ്പണമാക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.